ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2024 ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എക്സാം ജൂലൈ 7 ആയിരുന്നു. ജൂലൈ 8 ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന മെയിൽ ID-യിലോട്ട് മെയിൽ അയക്കാം വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അത് വാലിഡ് ആണെങ്കിൽ എക്സ്പേർട്സ് ഒക്കെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ട് ഫൈനൽ ആൻസർ കീ ആഫ്റ്റർ 3 days നമുക്ക് റിലീസ് ചെയ്യും. ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വേണം, എന്നാലേ അവർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ആൻഡ് ഇതിന് വേറെ കുറച്ച് ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പോൾ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കാമെന്ന് പറഞ്ഞിട്ട് മെയിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ddcc.lbs@kerala.gov.in. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കാം വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. ആൻഡ് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2 വേർഷൻസ് ഉണ്ടായിരുന്നു, വേർഷൻ A ആൻഡ് വേർഷൻ B. ഇതിൽ 2 വേർഷൻ്റെയും ആൻസേഴ്സ് ഒരേ PDF-ൽ തന്നെ 2 വേർഷൻ്റെ ആൻസേഴ്സ് ഉണ്ട്. ഒരു സൈഡ് വേർഷൻ എയുടെയും പിന്നെ വേറെ സൈഡ് വേർഷൻ ബിയുടെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ആൻഡ് റാങ്ക് ലിസ്റ്റ് നമ്മളുടെ ടോട്ടൽ മാർക്ക് ബേസിസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻട്രൻസിൽ ഔട്ട് ഓഫ് 120 നമ്മൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്തത്, ആ ബേസിസിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. ടോട്ടൽ മാർക്കിൽ ടൈ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് ചെക്ക് ചെയ്യും. കമ്പ്യൂട്ടർ സയൻസിൽ ആരാണോ ടോപ്പ് മാർക്ക് അവർക്കായിരിക്കും ടൈ വന്നതിൽ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ. ആൻഡ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ടൈ ആണെങ്കിൽ നെക്സ്റ്റ് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ മാർക്കും കൂടി നോക്കും. അപ്പോൾ അതിൽ ആരാണോ ഹയസ്റ്റ് മാർക്ക് അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് ഇത് രണ്ടിലും ടൈ ആണെങ്കിൽ അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതിൻ്റെയും കൂടെ മാർക്സ് നോക്കും. അതിലാരാണോ ഹയസ്റ്റ് അവരായിരിക്കും ഹയസ്റ്റ് റാങ്കിൽ പോകുന്നത് ആ സെലക്റ്റഡ് ടൈ ഉള്ള സ്റ്റുഡൻസിൽ. ആൻഡ് ഇതെല്ലാത്തിലും ടോട്ടൽ മാർക്ക് കമ്പ്യൂട്ടർ സയൻസ് പിന്നെ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്വാണ്ട് ഈ 4 ടൈ ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. അതിൽ ആരാണോ എൽഡർ 1 അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻസർ കീയിൽ ഇപ്പോൾ ആൻസർ കീ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കാം വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഫൈനലൈസ്ഡ് ആൻസർ കീ വരുമ്പോൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഈ ആൻസർ കീ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പീക്ക് ടൈം ലേണേഴ്സ് നോട്ട്സ് എന്നൊരു ചാനലുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ കയറി നോക്കാം. അല്ലെങ്കിൽ LBS സെൻറ്ററിൽ പോയാൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയാൽ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ മേളിൽ തന്നെ ആൻസർ കീയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആൻസർ കീ പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോർമാറ്റൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കാം. ആൻഡ് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്